പിണറായി വിജയനും CPM ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. പരാജയത്തിൽ നിന്ന് ഇവർ പാഠവും പഠിക്കാൻ പോകുന്നില്ല. ജനവിധിയെയും ജനഹിതത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. നമ്മളോടൊപ്പം മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് കൂടെയുണ്ട്. എന്തായാലും ഈ ഒരു UDFന്റെ തരംഗം വലിയ രീതിയിൽ തന്നെ കേരളക്കരയെ ആകെ ആഞ്ഞടിച്ചിരിക്കുകയാണല്ലോ. ഈ ഒരു തരംഗം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം തിരിച്ചു പിടിക്കുമെന്ന ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തീർച്ചയായും ഇതൊരു സെമിഫൈനൽ മത്സരമായിട്ടല്ല ഞങ്ങൾ കണ്ടത്, ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാണ്. തീർച്ചയായും മത്സരത്തിൽ വലിയ വിജയം ഉണ്ടായത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ത്രാണിയില്ലാത്ത രീതിയിൽ ഒരു ഏകപക്ഷീയമായ മത്സരം, സെമിഫൈനലിൽ തന്നെ ഇടതുപക്ഷം പുറത്തായിരിക്കുകയാണ്. ഫൈനൽ മത്സരം ഏകപക്ഷീയമായിരിക്കും. എതിരാളികളില്ലാത്ത വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ കാത്തിരിക്കുന്നത്. 100-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പൊ വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രചരണ ഗാനമാണല്ലോ. കലാകാരന്മാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും സർക്കാർ വരികയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കലാകാരന്മാരുടെ കലാസൃഷ്ടിയെ പോലും ഇത്രയധികം പേടിക്കാനുണ്ടാവുന്ന കാരണം എന്താണ്? തീർച്ചയായും ഈ ഗവൺമെന്റ് പരാജയത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല, നമുക്കറിയാം ഇത് പിണറായി വിജയനിൽ നിന്ന് നമ്മൾ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വന്തം ശബ്ദം ശരിയാവാത്തതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെയും മൈക്കിനെതിരെ ആംപ്ലിഫയറിനെതിരെയും വരെ കേസെടുക്കാൻ മടിക്കാത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് അദ്ദേഹം ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നൊരു പരാജയത്തിൽ നിന്നൊരു പാഠവും പഠിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ്. പെൻഷൻ വാങ്ങി അത് തിന്ന് എല്ലിന്റെ ഉള്ളിൽ കുത്തി വോട്ട് മറിച്ചു കുത്തിയവരാണ് എന്ന് MM മണിയുടെ പ്രസ്താവന ഉൾപ്പെടെ ഈ കേസ് ഉൾപ്പെടെ പിണറായി വിജയനും CPM ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. പരാജയത്തിൽ നിന്ന് ഇവർ പാഠവും പഠിക്കാൻ പോകുന്നില്ല. ജനവിധിയെയും ജനഹിതത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ തുടർ സംഭവങ്ങളൊക്കെ. തീർച്ചയായും ഇനി വരാനിരിക്കുന്ന പരാജയം ഇതിലും വലിയ ആഘാതമായിരിക്കും ഇടതുപക്ഷത്തിന് നൽകാൻ പോകുന്നത്. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.